എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് ഒരു വില്ല പ്രൊജക്ടിനകത്തുള്ള കുറച്ച് വില്ലകളാണ്. ഗേറ്റഡ് വില്ലക്കകത്താണ്. നിങ്ങൾക്ക് കാണാം, മെയിൻ എൻട്രൻസ് കാണാം. മെയിൻ റോഡിനോട് വളരെ അടുത്താണ്. വെറും 100 മീറ്റർ മാത്രമാണ് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു ഗേറ്റഡ് വില്ല പ്രൊജക്ടിനകത്ത് 12ഓളം വില്ലകളാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 1-2 എണ്ണത്തിൽ താമസമായതാണ്. ഈ ഒരു വീടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാർബിൾ ഹോംസ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കാണുന്ന ഗേറ്റഡ് വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാണിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. എക്സാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പള്ളിക്കര ഭാഗത്തേക്കൊക്കെ വരുമ്പോഴാണ് കാണിനാട് എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് പള്ളിക്കര ജംഗ്ഷനിലേക്ക് 5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്കൊക്കെ ഈസി ആയിട്ട് എത്താം. വെറും 6.8 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ലുലു മാളിന്റെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 18 കിലോമീറ്ററും എയർപോർട്ടിലേക്കാണെങ്കിൽ 29 കിലോമീറ്ററും ഈസി ആയിട്ട് ട്രാവൽ ചെയ്ത് എത്താവുന്നതാണ്. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ തൃപ്പൂണിത്തുറയാണ്. 10 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈസി ആയിട്ട് എത്താവുന്നതാണ്. 4 സെന്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു വെറും 100 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ബസ് റൂട്ടിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ടാർ റോഡ് കഴിഞ്ഞാൽ പിന്നെ ഈ വില്ലകളിലേക്കുള്ള ഗേറ്റഡ് എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വില്ലകളിലൂടെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നല്ല വീതിയുള്ള വഴിയാണ് കടന്നു പോകുന്നത്. മെയിൻ ഗേറ്റഡ് എൻട്രൻസ് നിങ്ങൾക്ക് കാണാൻ നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന ഗേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രൊജക്ടിനകത്ത് ആദ്യം കാണുന്ന വീടാണെന്ന് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ പെയിന്റിനകത്ത് ലൈറ്റ് ഒരു ഗ്രേ ഡിസൈൻ വരുന്നുണ്ട്. ബോർഡർ ലൈനായിട്ട് ഗ്രേ കളർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് 2 വൈറ്റ് കളറിലുള്ള ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. നല്ല ഭംഗിയായിട്ടും സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ടൊരു ബോക്സി ഷേപ്പ് വരുന്ന വീടാണെങ്കിൽ പോലും അതിന്റെ ടോപ്പ് പോർഷനിൽ മാത്രം ഒരു ചെറിയ എ ഷേപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ പെയിന്റ് ആണ്. 2 സൈഡിലായിട്ട് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിൽ മാത്രമാണ് ചെറിയൊരു ഗ്രേ കളർ പെയിന്റ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആണ്, അട്രാക്റ്റീവ് ആയ ഡിസൈനിലുമാണ് ഇതിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ടാണെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്ലൈഡ് ചെയ്ത്, ഒരു സൈഡ് അല്ല 2 സൈഡും 2 ഭാഗങ്ങളിലേക്കും സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഗേറ്റ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിന്റെ ഒരു ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഈ 2 പീസ് നമുക്ക് 2 സൈഡിലേക്കും സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഗേറ്റ് തുറന്നിട്ട് നേരെ ഈ ഒരു എൻട്രൻസിനകത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഒരു മുറ്റമൊക്കെ നോക്കിയാൽ കാണാം. നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റോൺസ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഇനി അതിനിടയിൽ നമുക്ക് ഗ്രാസിന്റെ വർക്കുകളും കൂടെ മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ 1ാമത്തെ കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. ഒരു വലിയ വാഹനം തന്നെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഏകദേശം ഫുള്ളായിട്ട് 3/4 ഭാഗത്തോളം തന്നെ കാർ പോർച്ച് നമുക്ക് കവർ ചെയ്തിട്ടാണ് കിട്ടുന്നത്. അതിന്റെ മുകൾ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കാർ പോർച്ചിന്റെ ഒരു പില്ലർ നോക്കുവാണെങ്കിൽ നല്ല വൈഡ് ആയിട്ടാണ് പില്ലർ ചെയ്തിരിക്കുന്നത്. അതിനിടയിലൂടെ GA പൈപ്പിന്റെ ഒരു വർക്കും കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കവേർഡ് ആയിട്ടുള്ള ഈ ഒരു കാർ പോർച്ചിന്റെ അളവ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഏകദേശം ഒരു 14 അടിയാണ് നീളം വരുന്നത്. 14 അടി ലെങ്ത് വരുന്നുണ്ട്. വിഡ്ത് നോക്കുവാണെങ്കിൽ 10 അടിയുമാണ് വരുന്നത്. 14 അടി നീളവും 10 അടി വീതിയുമുള്ള ഒരു കാർ പോർച്ചാണ് നിങ്ങൾക്ക് 1ാമത്തെ കാർ പാർക്ക് ചെയ്യാനായിട്ട് കിട്ടുന്നത്. 2ാമത്തെ കാർ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. ടോട്ടൽ നമ്മുടെ 2 വലിയ കാറുകൾ നമുക്ക് ഇവിടെ കംഫർട്ടായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കാർ പോർച്ചിന്റെ ആ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. നമുക്ക് 2ാമത്തെ കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഏരിയയിലൂടെ ഒന്ന് പോയി നോക്കാം. അവിടെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ഓൾറെഡി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഭംഗിയായിട്ട് ഒരു ഏരിയ കൊടുത്തിട്ട് മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ട് അതിനകത്ത് പെബിൾസ് ആണ് ഇട്ടിരിക്കുന്നത്.
ഇവിടെ നിന്ന് നേരെ ബാക്ക് സൈഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയെല്ലാം തന്നെ ഭംഗിയായിട്ടുള്ള പെബിൾസ് തന്നെയാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ വഴി വൈഡ് ആയിട്ടാണ് വരുന്നത്. ഈ ഭാഗത്തും ഇതേപോലെ തന്നെയുള്ള ആ ചെറിയ ചെറിയ സ്റ്റോൺസുകളാണ് തിരിച്ചിരിക്കുന്നത്. നേരെ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ നോക്കിയാൽ നമുക്ക് ഗ്യാസിന്റെ സിലിണ്ടർ ഒക്കെ വയ്ക്കാനായിട്ട് ചെറിയൊരു അറേഞ്ച്മെന്റ് ഇവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഏരിയ കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ വീണ്ടും പോകുന്ന സമയത്ത് ഇവിടുത്തെ ഡ്രിങ്കിങ് വാട്ടറിനായിട്ടുള്ള സോഴ്സ് നിങ്ങൾക്ക് കാണാം. നല്ല ആഴത്തിലുള്ള ഒരു കിണർ ഈ ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർക്ക് ഏരിയയുടെ സ്പേസ് ഒക്കെയാണ്. ആ ഭാഗത്ത് ഫ്ലോറിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാഷ്യൂ ഏരിയയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കിച്ചന്റെ ഡോർ ഇവിടെയാണ് വരുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഏരിയ നമുക്ക് ആ ഒരു പാഷ്യൂ ഏരിയ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ഭംഗിയുള്ള ഒരു വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ സ്റ്റോൺസ് ഒക്കെ ഇട്ടിട്ട് ഇടയ്ക്ക് ആ ചെറിയ പെബിൾസ് ഒക്കെയാണ് തിരിച്ചിരിക്കുന്നത്. വീടിനെ റൗണ്ട് ചെയ്ത് നമ്മളിപ്പോ തിരിച്ചു വന്നിരിക്കുന്നത് ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യുന്ന സ്പേസിലേക്കാണ്. ഈ ഭാഗത്ത് നോക്കിയാലും കാണാം, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കടന്നു വരുന്ന ആ കോർണറിലും കാണാം നമുക്ക് ഭംഗിയായിട്ട് അവിടെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സിറ്റ് ഔട്ട് ഈ കാണുന്നതാണ്. സിറ്റ് ഔട്ടിന്റെ പില്ലർ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലാഡിംഗ് സ്റ്റോൺസിലായിട്ടാണ് 3/4 പോർഷനോളം ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് എലിവേഷൻ കണ്ട സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സിറ്റ് ഔട്ട് നോക്കിയാൽ ഒരു ഒതുങ്ങിയ സിറ്റ് ഔട്ട് ആണ് ചെയ്തിരിക്കുന്നത്. ടൈലും മാർബിളും കൂടെ ടൈലും ഗ്രാനൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ ചെരുപ്പുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ടൊരു ഷൂ റാക്ക് ഫെസിലിറ്റി കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു വിൻഡോ കിട്ടുന്നുണ്ട്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. നല്ല ഭംഗിയായിട്ട് ഒറ്റപ്പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വലിയ ഹാൻഡിലും അതുപോലെ ചെറിയ ആ ഒരു ബ്രാസ് കളറിലായിട്ട് നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ കുറച്ച് ബീഡിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ മെയിൻ ഡോർ വരുന്നത്. വടക്കു ഭാഗത്തേക്കാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. നമുക്കിത് നേരെ അകത്തേക്ക് പോവാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിന് നല്ല സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ഇവിടുത്തെ ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഫ്ലോർ നോക്കാം. നല്ല ഭംഗിയായിട്ട് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഡിസൈനുകൾ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു അഴുക്കൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പത്തന്നെ തുടച്ചു കളയണമെന്നില്ല. എളുപ്പത്തിൽ ആരും കാണാത്ത രീതിയിൽ നല്ല ഭംഗിയായ ഒരു ടൈലാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഇവിടെ 4 വിൻഡോസ് വരുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 5 വിൻഡോകളുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചെറുതും വലുതുമായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വിൻഡോകളുടെയൊക്കെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ വുഡിന്റെ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും LED ലൈറ്റ് സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് ഇവിടെ ആയിട്ടാണ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെയാണ്. സൈഡിലൊക്കെ ഷെൽഫുകൾ വരുന്നുണ്ട്. അതിൽ താഴെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഡോറുകൾ വെച്ച് കവർ ചെയ്തിട്ടാണ് ഷെൽഫുകൾ വന്നിരിക്കുന്നത്. TV വെക്കാനുള്ള മെയിൻ പോർഷൻ വന്നിട്ട് വൈറ്റ് കളർ ബോർഡിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് 2 ചെറുത് നിങ്ങൾക്ക് കാണാം. ചെറിയൊരു വുഡൻ ബോക്സുകൾ ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സ് വെക്കാനും ചെറിയ ചെറിയ ഡോൾസ് ഒക്കെ വെക്കാനും ഈ ഭാഗം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ എൻട്രൻസ് വന്നിട്ട് മൾട്ടിവുഡിൽ തന്നെ ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിലേക്ക് നേരെ കയറുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു സിംഗിൾ വിൻഡോ കാണാം. അതുകൂടാതെ കുറച്ചും കൂടി അകത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു 4 വിൻഡോസ്, വലിയ 4 വിൻഡോസ്, അത് ചെറുതും വലുതും ഒക്കെ ആയിട്ട് പല അളവുകളിലൊക്കെ ആയിട്ടാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. 10 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വലിയ അളവിൽ തന്നെയാണ് ഈ ഒരു ഡൈനിങ് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡോറുകളും വിൻഡോകളും ഒക്കെ അടുത്തടുത്തായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. ഈ ഒരു ഡോർ തുറന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ ഒരു പാഷ്യൂ ഏരിയയിലേക്കാണ് നമുക്ക് ഇവിടെ നിന്ന് നേരെ ഡോർ തുറന്ന് ഇറങ്ങാൻ പറ്റുന്നത്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിയാൽ ബ്രിക്ക് മോഡലുള്ള ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ജെറയുടെ വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് പീസിലാണ്. താഴെയാണെങ്കിലും കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. ഡൈനിങ് സ്പേസിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും ചെറിയ LED ബൾബുകളും ഒക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റെപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു വുഡൻ പോലെ തോന്നിക്കുന്ന ടൈലാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ഹാൻഡ് റൈൽസ് എല്ലാം തന്നെ വുഡൻ ഔട്ട് ഫ്രെയിം ഇട്ടിട്ട് അതിനകത്ത് GA പൈപ്പ് കൊണ്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗവും അവിടെ നമുക്ക് കുറച്ച് വിൻഡോസ് കിട്ടുന്നുണ്ട്. 3 വിൻഡോസ് ആണ് വരുന്നത്. താഴെ വരുന്ന ഭാഗത്തെല്ലാം തന്നെ ചെറിയ രീതിയിൽ വൈറ്റ് കളർ പെബിൾസ് ഒക്കെ നിരത്തിയിട്ട് സ്പോട്ട് ലൈറ്റും കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു ഏരിയ
ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ വീടിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു. 4 സെന്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇങ്ങനെയാണ് ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വരുന്നത്. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കട്ടിലയൊക്കെ വന്നിട്ട് ആഞ്ഞിലിയിലും മെയിൻ ഫ്രെയിമുകളൊക്കെ വന്നിട്ട് മഹാഗണിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് 4 വിൻഡോസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെയായിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന ഒരു ഭംഗിയുള്ള വാർഡ്രോബ് ആണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളറിലാണ് വാർഡ്രോബും ഔട്ടർ ഫ്രെയിമുകളൊക്കെ വന്നിട്ട് വുഡനുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 4 വിൻഡോസ് നിങ്ങൾ കണ്ടു. റൂഫിലാണെന്നുണ്ടെങ്കിൽ ഔട്ടർ ഫ്രെയിമുകളായിട്ടൊക്കെ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ചെറിയ ഡിസൈനുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. മിറർ വരുന്നുണ്ട്. സൈഡിലൊക്കെ ആയിട്ട് കബോർഡുകളും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മിറർ ഫെസിലിറ്റി വെച്ചിട്ടുണ്ട്. വാഷ് ബേസിൻ വരുന്നുണ്ട്. ബാക്കിയെല്ലാ സെറ്റിംഗ്സും നല്ല രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടൈല് വന്നിട്ട് വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ആണ് കാണേണ്ടത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് തന്നെ മൾട്ടിവുഡിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എൽ ഷേപ്പിലൊരു വലിയ LED സ്ട്രിപ്പുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് നിറച്ച ഓപ്പൺ ഷെൽഫുകളും LED ബൾബുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ഒരു കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ടാണെങ്കിൽ വൈറ്റ് കളർ ഗ്രാനൈറ്റും താഴെയൊക്കെ നോക്കിയാൽ പാനലിംഗ് വർക്കുകൾ PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഓരോ സ്പോട്ടിലും നമുക്ക് ചെറിയ LED ലൈറ്റുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു 4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങളിപ്പോ കണ്ട ഈ ഒരു വൈറ്റ് പോർഷന്റെ അകത്ത് നോക്കുവാണെങ്കിൽ അവിടെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ടോട്ടലി ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളറിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ അധികം സ്ഥലത്തൊന്നും ഇതുപോലെ കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ഗ്രേ കളർ കാണാറില്ല. നല്ല ഭംഗിയുള്ള ഗ്രേ കളർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 വലിയ വിൻഡോസ് ആണ് കിച്ചണിൽ വരുന്നത്. ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും 3 ലെയറിൽ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും ചെറിയ രീതിയിലുള്ള പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ഡോർ തുറന്നാൽ നമ്മൾ നേരെ പുറത്തേക്കാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ അവിടെ ഓപ്പൺ സ്പേസ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടതാണ്. വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള ഫ്ലോറിംഗ് അവിടെ ചെയ്തിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള വർക്കുകൾ നമുക്ക് ബിൽഡറുമായിട്ട് സംസാരിച്ച് ചെയ്യാവുന്നതാണ്. മുകളിലേക്കുള്ള സ്റ്റെയർകേസ് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. സ്റ്റെപ്പ് കയറി നേരെ മുകളിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ഓപ്പണിംഗ് കാണാം. ആക്ച്വലി ഇത് ഓപ്പണിംഗ് അല്ല, ഗ്ലാസ് വെച്ച് ടഫിന്റെ ഗ്ലാസ് വെച്ചിട്ട് സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള റൂഫിന്റെ എൻഡ് ആണ് കാണാൻ പറ്റുന്നത്. ഭംഗിയുള്ളൊരു ഷാൻലിയർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് ഔട്ടർ ഫ്രെയിം ആയിട്ടും വുഡൻ തന്നെയാണ് വരുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുകയാണ്. വന്ന വഴിയിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ നിറയെ ഫുഡ് ലാംപ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രേറ്റ് വന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു വലിയ ഹാളിന്റെ ഒരു പോർഷനിലേക്ക് ആയിട്ടാണ്. നമുക്ക് നോക്കുമ്പോൾ കാണാം അപ്പർ ലിവിംഗ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല വലിയൊരു സ്പേസ് തന്നെ നമുക്ക് ഇവിടെ അപ്പർ ലിവിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. നേരെ നമ്മൾ സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് വന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 4 വിൻഡോസും ഇവിടെയും സെയിം 4 വിൻഡോസും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് TV വെക്കാനായിട്ട് മൾട്ടിവുഡ് കൊണ്ട് നല്ല അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. താഴെ കണ്ടതുപോലെ തന്നെ ഓപ്പൺ ഷെൽഫുകളും അടിയിലൊക്കെ ക്ലോസ് ചെയ്യാവുന്ന കബോർഡുകൾ വരുന്നുണ്ട്. TV വെക്കാനുള്ള മെയിൻ പോർഷൻ വന്നിട്ട് വൈറ്റ് കളർ ഗ്രേ കളറിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന അപ്പർ ലിവിംഗ് സ്പേസിന്റെ റൂഫിൽ നോക്കിയാലും നല്ല രീതിയിൽ പാനലിംഗ് വർക്കുകളും LED ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്താണെങ്കിലും നമ്മൾ ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് കണ്ട സ്ഥിതിക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാം. ഇവിടെ നമുക്കൊരു ഡോർ വരുന്നുണ്ട്. ഇത് വന്നിട്ട് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ആണ്. ബാൽക്കണി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നല്ല വലിയൊരു സ്പേസ് തന്നെയാണ് ബാൽക്കണിക്ക് വേണ്ടിയിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ട് 2 പ്ലാന്റ്സ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റൈൽസ് നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വരുന്നത്. ഫുൾ ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത് ടഫിന്റെ ഗ്ലാസ് വെച്ചിട്ടാണ്. റൂഫ് നോക്കുവാണെങ്കിലും നല്ല രീതിയിൽ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ആ എൻഡ് പോർഷനിൽ വന്നിട്ട് PVC പാനലിംഗ് ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റുകളാണ് നിറയെ കൊടുത്തിരിക്കുന്നത്. അകത്ത് വരുന്ന പോർഷനിലൊക്കെ ചെറിയ ബൾബുകളുമാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിൽ ഓപ്പണിംഗ് ചെയ്തിട്ട് സ്ക്വയർ പൈപ്പ് കൊണ്ടാണ് അവിടെ കവർ ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നമ്മൾ ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. യൂട്ടിലിറ്റിയുടെ ഒക്കെ ഡോർ നോക്കിയാലും കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്.
യൂട്ടിലിറ്റി എന്ന് പറയുന്നതിനേക്കാൾ ഒരു റൂം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് സേഫ് ആയിട്ട് നല്ല ഭംഗിയുള്ള വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പൈപ്പ് ഫിറ്റിംഗ്സും വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നമുക്ക് ഒരു റൂമിന്റെ പർപ്പസിനും കൂടി ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസിന്റെ ഡോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്പ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. സ്റ്റെപ്പ് കയറി വന്നിട്ട് റൈറ്റ് സൈഡിലുള്ള പോർഷൻസ് ആണ് നമ്മൾ കണ്ടത്. നമുക്കിനി കാണേണ്ടത് ലെഫ്റ്റ് സൈഡിലാണ്. 2 ബെഡ്റൂമുകൾ ഈ ഒരു ഭാഗത്ത് അടുത്തടുത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 14-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 4 വിൻഡോസ് കാണാം. റൂഫിലാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള ഔട്ടർ ഫ്രെയിം ഒക്കെ പാനലിംഗ് വർക്കുകളും അകത്ത് വന്നിട്ട് LED സ്ട്രിപ്പുകളും ചെറിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്ന ഡോർ വെച്ചിട്ടുള്ള ഒരു വാർഡ്രോബ് ആണ് ഇവിടെയും വരുന്നത്. താഴെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സെയിം മോഡൽ തന്നെ വാർഡ്രോബ് ആണ് ഇവിടെയും കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. വലിയൊരു മിററും താഴെയും സൈഡിലും ഒക്കെ ഇതുപോലെ ഓപ്പൺ ഷെൽഫുകളും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബാത്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വൈറ്റ് കളർ ടൈലാണ് വോളിൽ കൊടുത്തിരിക്കുന്നത്. നല്ല സൗകര്യമായിട്ടാണ് 2 ബാത്റൂമുകളും ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് നമ്മൾ നേരെ വരുന്ന സമയത്ത് റൂഫ് വരാൻ നിങ്ങൾ ആദ്യം നോക്കിക്കോളൂ. നല്ല ഭംഗിയായിട്ടുള്ള സിമ്പിൾ വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വന്നിട്ട് കുറച്ച് ചേഞ്ച് ഉണ്ട്. സ്ലൈഡിങ്ങിന് പകരം നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്ന ഡോറുകളാണ്. ബട്ട് ആ ഒരു സെയിം വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിൽ തന്നെയാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. നല്ല സൗകര്യമായിട്ടാണ്. താഴെയൊക്കെ ധാരാളം ഡ്രോസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഈ ഒരു ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു മിററും അത് അറ്റാച്ച് ചെയ്ത് താഴെയായിട്ട് ഡ്രോസും ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഗ്രേ കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സൗകര്യത്തോടു കൂടിയുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി ഷെയർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഡോറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ചെറിയൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. വീടിന്റെ ഫ്രണ്ട് പോർഷനിലേക്കുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റൂഫിൽ നിറയെ സ്പോട്ട് ലൈറ്റുകളാണ് നേരത്തെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത വീടുകളിലൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്. 1-2 വീടുകൾ കംപ്ലീഷൻ ആയിട്ടുണ്ട്. 2 വീടുകളിൽ ആളുകൾ താമസമായിട്ടുണ്ട്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാണിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് പള്ളിക്കര ഭാഗത്താണ് ഈ കാണുന്ന വീട് വരുന്നത്. പള്ളിക്കര ജംഗ്ഷനിലേക്ക് 5 കിലോമീറ്റർ ഉള്ളൂ. ഇൻഫോ പാർക്കിലേക്കൊക്കെ എളുപ്പത്തിൽ എത്താൻ വെറും 6.9 കിലോമീറ്റർ മാത്രമാണ് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം വരുന്നത്. വെറും ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്താവുന്ന ദൂരത്തിലാണ്. ഇൻഫോ പാർക്കുകാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഭാഗം സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഇതൊരു ഗേറ്റഡ് വില്ല പ്രൊജക്ട് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. സേഫ് ആയ ഒരു അറ്റ്മോസ്ഫിയർ ആണെന്നുള്ളൊരു ഫീൽ നമുക്ക് തോന്നുകയും ചെയ്യും. വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4 സെന്റ് സ്ഥലത്താണ് വീട് ചെയ്തിരിക്കുന്നത്. 1750 സ്ക്വയർ ഫീറ്റ് വരുന്നത്. 3 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. നമുക്ക് ഇവിടെ കിണർ വെള്ളം കിട്ടുന്നുണ്ട്. നല്ലൊരു ആഴത്തിലുള്ള കിണർ തന്നെയാണ്. നല്ല ഡ്രിങ്കിങ് വാട്ടർ ആണ് ഇവിടെ കിട്ടുന്നത്. മറ്റൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് KWയുടെ വാട്ടർ കൂടി എടുക്കാവുന്നതാണ്. എടുത്തു പറയേണ്ടത് കാർ പോർച്ചിൽ 2 വലിയ വാഹനങ്ങൾക്ക് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 75 ലക്ഷം രൂപയാണ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ ഈ വീട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളും കൂടെ നിങ്ങളുടെ കൂടെ വന്നിരുന്ന് ഓണറുമായി സംസാരിച്ച് നല്ലൊരു റേറ്റിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഈ വീട് സ്വന്തമാക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ വീട് നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കണമെങ്കിലും തീർച്ചയായിട്ടും ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റി മാർബിൾ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ലീഗൽ പർപ്പസ് നിങ്ങൾക്ക് വീടിനെ സംബന്ധിച്ചുള്ള ലീഗൽ കാര്യങ്ങളെല്ലാം പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്യണമെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളുടെ സഹായം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള വീടുകൾ അല്ലെങ്കിൽ വീട് വെക്കാൻ ആവശ്യമായ സ്ഥലങ്ങൾ, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പൊ ഈ ഒരു വീട് മനോഹരമായ വീടാണ്. നല്ല അറ്റ്മോസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.